നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് പുറത്തു വരാനിടയുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. വിശദമായ വാർത്തകൾ നോക്കാം. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ, കൊച്ചിയിൽ നിന്ന് നിതിനമുജൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കോഴിക്കോട് നിന്ന് YS അഭിനന്ദ്, ശബരിമലയിലെ സന്നിധാനത്തു നിന്ന് MG പ്രതീഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഒപ്പം രാജ്ഭവന്റെ പേര് ഇന്ന് മുതൽ ലോക് ഭവൻ എന്നാക്കി മാറ്റുകയാണ്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ എങ്ങനെയാണ്? പ്രവിത, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് കുന്നത്തുമേട്ടിലുള്ള ഫ്ളാറ്റിൽ പരിശോധന നടത്തിയതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പരിശോധന ഇന്നലെ പ്രത്യേക സംഘം നടത്തിയിരുന്നു. അതിനുശേഷം രാഹുൽ ഈശ്വറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെയും ഡ്രൈവറെയും അടക്കം ഇന്നലെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് പാലക്കാട് നഗരത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരത്തെ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ആശുപത്രി രേഖകളടക്കം യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ യുവതിയുടെ തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് അന്വേഷണ സംഘം ഈ ശബ്ദശകലങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുലിൻ്റെ ശബ്ദ സന്ദേശങ്ങളും കസ്റ്റഡിയിലെടുത്ത ശേഷം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാഹബന്ധം ഒഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി രാഹുൽ എത്തുകയും അങ്ങനെ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ആ സൗഹൃദം പ്രണയമാക്കി മാറ്റി അതിനുശേഷം ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട രാഹുലിനെ ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തെത്തിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ വെട്ടിലായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വർ അടക്കം 6 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പ്രതികളായിട്ടുള്ളത്, ഒന്നാം പ്രതിയായിട്ട് വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത പുളിക്കനാണ്. രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫും ഒപ്പം തന്നെ ദീപ ജോസഫ് എന്ന പേരിലുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമയും 1, 2, 3 പ്രതികളാകുന്നുവെങ്കിൽ 4ാം പ്രതിയായി സന്ദീപ് വാര്യർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യറിനെതിരെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. കാരണം യുവതിയുടെ ചിത്രം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സന്ദീപ് വാര്യർക്കെതിരായിട്ടുള്ള കേസ്. മറ്റൊന്ന് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. രാഹുൽ ഈശ്വർ ചെയ്തത് ആദ്യം മുതൽ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അടക്കം ഇരയുടെ പേരും വിവരങ്ങളും മറ്റും ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയെന്നുള്ളതാണ് രാഹുൽ ഈശ്വറിനെതിരായ കുറ്റം ചുമത്തിയിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയായ ഒരു ബ്ലോഗറെ 6ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ രാഹുൽ ഈശ്വറിനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കസ്റ്റഡിയിലെടുക്കുകയും ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട നേരം ചോദ്യം ചെയ്ത ശേഷം 9 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇന്ന് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. BNS സെക്ഷൻ 79 അടക്കം വിവിധ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിൽ 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ഉള്ളത്. IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളും രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു പ്രതികളെയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. മറ്റു പ്രതികളുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിത. ശരി, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 5 ദിവസമായി. അതിജീവിതയെ അവഹേളിച്ചുവെന്ന് കാണിച്ച് രാഹുൽ ഈശ്വറിനെയും KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതികളാക്കി പോലീസ് ഇന്നലെ കേസെടുത്തു. പ്രതിച്ഛായ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 5 ദിവസം നീണ്ട ഒളിവ് ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് നോക്കാം. പ്രതിച്ഛായ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിൽ സജീവമാകുന്നത് ചർച്ചയായതിനെ തുടർന്നാണ് ഈ മാസം 23-ാം തീയതി പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ രാഹുലിന്റെ വീടുകയറി പ്രചരണത്തെ ഞങ്ങളുടെ പ്രതിനിധി പിന്തുടരുന്നത്. രാഹുൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ടല്ലോ എന്ന ചോദ്യവും ചോദിച്ചു. ഇതായിരുന്നു അന്നത്തെ രാഹുലിന്റെ പ്രതികരണം. നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ അതൃപ്തി ഞങ്ങൾ നോക്കുന്നില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല. പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല. മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല.
നവംബർ 25 രാഹുലിന്റെ ഭവന സന്ദർശനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രാഹുലിനെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർത്തി. ആ പ്രതികരണങ്ങളെല്ലാം രാഹുലിനു നേരെ ചോദ്യങ്ങളായി ഉയരുകയും ചെയ്തു. എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു. നവംബർ 26-നും രാഹുൽ പ്രതികരണവുമായി രംഗത്തെത്തി. സസ്പെൻഷൻ കാലത്ത് തന്നോട് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞതെന്നും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ലെന്നും 2 കാലിൽ നിൽക്കാൻ സാധിക്കുന്ന അത്രയും കാലം താൻ വീടുകൾ കയറിക്കൊണ്ടേയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. 27-ാം തീയതിയും രാഹുൽ കണ്ണാടി പഞ്ചായത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് പെൺകുട്ടി പരാതി നൽകാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്ന വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. ശേഷം രാഹുൽ മുങ്ങി. വൈകുന്നേരത്തോടെ രാഹുലിന്റെ MLA ഓഫീസിൽ ഞങ്ങളുടെ പ്രതിനിധി എത്തിയപ്പോൾ അടഞ്ഞുകിടക്കുന്ന കെട്ടിടവും വലിയ പോലീസ് സന്നാഹവുമാണ് കണ്ടത്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനൊക്കെ രാഹുൽ മറുചോദ്യം കൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു. അതായത് അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ പരാതി എവിടെ, നിയമപരമായി തന്നെ നേരിടാം, പരാതി എവിടെ എന്നൊക്കെയായിരുന്നു തിരിച്ചു ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ ഈ MLA കാണാനില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്നു തന്നെ ഡിവൈഎഫ്ഐയും BJPയും രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നവംബർ 29-ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പല കേന്ദ്രങ്ങളിലായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഷാഫിക്ക കാണാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇത്രയും കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. രാഹുലിന്റെ 2 വാഹനങ്ങളും പാലക്കാട് തന്നെ ഉണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നവംബർ 30-ന് കേസിൽ രൂപീകരിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഫ്ളാറ്റിലെത്തി CCTV ഉൾപ്പെടെ പരിശോധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേരുൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടതിന് വലതുപക്ഷ നിരീക്ഷകൻ രാഹുൽ ഈശ്വറിനെയും KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. എന്നിട്ടും പ്രത്യക്ഷപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ഇനി കൊച്ചിയിലേക്കാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വാദം. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ എന്തൊക്കെയാണ് നോക്കാം. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാനിരിക്കുന്നത് CMRLുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വാദം ആരംഭിക്കാനിരിക്കുകയാണ്. മാത്രമല്ല, മുനമ്പത്ത് ഭൂസമരം തുടർന്ന് ഒരു വിഭാഗം പ്രദേശവാസികൾ എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളുണ്ടാകും. ഒപ്പം കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിലെ പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പ്രവിത. എന്തായാലും സുപ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയിൽ CMRL എക്സാലോജിക് കേസിൽ വാദം ആരംഭിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം ആരംഭിക്കുന്നതിനാണ് പ്രധാനപ്പെട്ട വാർത്ത. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അതോടൊപ്പം തന്നെ S മുരളീകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ M അജയനാണ് ഇതിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ T വീണ അതോടൊപ്പം തന്നെ CMRL കമ്പനി ഉടമകൾ എന്നിവരാണ് എതിർകക്ഷികൾ. മാത്രമല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ ഹർജിയിൽ നിന്നും ഈ രണ്ട് ബെഞ്ച് നേരത്തെ തന്നെ ഇതിൽ പിന്മാറിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും അതോടൊപ്പം തന്നെ മുരളീകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ച് ഇന്ന് വാദം കേൾക്കുന്നത്. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി രാഷ്ട്രീയപരിതമാണ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകൾ T വീണയും എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷന് ഇല്ലാത്ത സേവനം നടത്തി CMRL 1.5 കോടി അധികം രൂപ നൽകിയെന്ന ആദായ നികുതി റിപ്പോർട്ടിനെതിരെയാണ് എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുനമ്പം സമരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത.
414 ദിവസം നീണ്ടുന്ന സമരം ഔദ്യോഗിക സമരം ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ സമരം അവസാനിച്ചതിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പള്ളിക്ക് പുറത്ത് സമരം ആരംഭിച്ചിട്ടുണ്ട്. ആ സമരം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ ആരംഭിക്കുന്ന സമരം വൈകിട്ട് അവസാനിക്കും. അങ്ങനെ ഒരു റിലേ നിരാഹാര സമരമാണ് അവിടെ നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുൻപത്ത് കണ്ടതുപോലത്തെ സമാനമായ സമരമായി മുന്നോട്ട് പോകും. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും അനുവദിക്കപ്പെടുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ ആ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ മുനമ്പത്തെ സമരസമിതിയുടെ തീരുമാനം. നേരത്തെ മുനമ്പം ഭൂസംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു സമരം ആരംഭിച്ചത്. ആ സമരം ഇന്നലെ ഔദ്യോഗിക സ്വഭാവത്തോടെ അവസാനിച്ചു. അതിൽ മന്ത്രി പി രാജീവ് അതോടൊപ്പം തന്നെ കെ രാജൻ എന്നിവരാണ് ആ സമരം അവസാനിപ്പിക്കാൻ ഇന്നലെ സമരപന്തലിലെത്തിയത്. അതേസമയം തന്നെ ശാശ്വത പരിഹാരം നേടും വരെ സമരസമിതിയുടെ ഭാഗത്തും ഈ സമരം തുടരാനുള്ള നിലപാടാണ് ഒരു വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു സമരം ഇപ്പോൾ മുൻപത്ത് തുടർന്നു വരികയാണ്. മറ്റൊന്ന്, സൂരജ് ലാമയുടെ സംശയിക്കുന്ന ഒരു മൃതദേഹം ഇന്നലെ കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപം ലഭിച്ചിരുന്നു. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ സൂരജ് ലാമയുടെ മകൻ ഇന്നിപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. മകന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും രാവിലെ 9 മണിയോടെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. അതിനുശേഷം മാത്രമേ ഇത് DNA ടെസ്റ്റോടുകൂടി മാത്രമേ ഇത് മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമാകുകയുള്ളൂ. നിലവിലുള്ള സംശയപ്രകാരം അത് സൂരജ് ലാമയുടേതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കാരണം സൂരജ് ലാമയെ അവസാനമായി കാണുമ്പോൾ ഉണ്ടായ ഡ്രസ്സ് തന്നെയാണ് ഇന്നലെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേൾവിശക്തിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും നഷ്ടപ്പെട്ട സൂരജ് ലാമ ഒക്ടോബർ 5 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഒക്ടോബർ 10 NIA ഓഫീസ് സമീപത്ത് വെച്ചാണ് കാണാതാകുന്നതും. അതിനെ തുടർന്നാണ് SITയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒരു വിശദമായ പരിശോധന HMTയിൽ നടത്തിയത്. അങ്ങനെയാണ് ഇന്നലെ ഒരു മൃതദേഹം അവിടെ നിന്ന് ലഭിക്കുകയും പിന്നീട് പോലീസ് നടപടികൾ ഇപ്പോൾ നടത്തിവരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അത് മറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം അതിന്റെ നടപടികളായി ഇന്ന് മുന്നോട്ട് പോകും. എന്തായാലും സൂരജ് ലാമയുടെ മകൻ ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കോഴിക്കോട്ടേക്ക് അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ ഖബറടക്കം നാളെയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിനന്ദ്, നാളെ ഖബറടക്കം നടക്കാനിരിക്കെ ഇന്നിപ്പോൾ പൊതുദർശനം അതെങ്ങനെയായിരിക്കും? മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ മൃതദേഹം നിലവിലിപ്പോൾ മേത്ര ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണുള്ളത്. നാളെ രാവിലെ 9 മണിയോടുകൂടി ആയിരിക്കും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആദ്യം പൊതുദർശനം, പിന്നീട് സ്വന്തം മണ്ഡലമായ കൊയിലാണ്ടിയിലെ ടൗൺ ഹാളിൽ പൊതുദർശനം. അതിനുശേഷമായിരിക്കും അത്തോളിയിലെ വീട്ടിലേക്ക് കൊണ്ടുക. അത്തോളിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം അത്തോളി കുനിയിൽ കടവ് ജുമാ മസ്ജിദിലായിരിക്കും സംസ്കാരം നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് രാത്രി 8:40 മരിക്കുന്നത്. ഇന്നലെയും ഒപ്പം തന്നെ ഇന്നുമായിട്ട് നിരവധി ആളുകൾ അവിടെ അനുശോചനം രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ K ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ വീട്ടിലെത്തി നേരിട്ട് കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാനത്തിൽ ജമീല. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ യഥാർത്ഥ ഉദാഹരണം എന്ന് വേണമെങ്കിലും നമുക്ക് കാനത്തിൽ ജമീലയെ പറയാം. കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നാണ് ഒടുവിൽ 2021 കൊയിലാണ്ടിയെ പ്രതിനിധീകരിച്ച നിയമസഭയിലെത്തിയത്. അർബുദബാധിതയായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 3 ഘട്ടങ്ങളും അതിജീവിച്ചാണ് കാനത്തിൽ ജമീല മുന്നോട്ട് പോയത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപാണ് കാനത്തിൽ ജമീലയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഗുരുതരമായതിനെ തുടർന്ന് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ കാനത്തിൽ ജമീലയ്ക്ക് അനുശോചനം അറിയിക്കുവാനായിട്ട് കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രവിത. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ച നിലയിൽ RSS പ്രവർത്തകനായ S ബാബുവിന്റെ വീട്ടിലെ ഓട്ടോയും 3 ഇരുചക്ര വാഹനങ്ങളുമാണ് കത്തിയത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഈ വാഹനങ്ങൾ കത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രവിത, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ചിറയൻകീഴ് ആനത്തലവട്ടം സ്വദേശിയായിട്ടുള്ള ഒപ്പം RSS പ്രവർത്തകനുമായ ബാബുവിൻ്റെ വീടിന് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളും കത്തി നശിച്ചത്. ഇവിടെ ഇന്ന് പുലർച്ചയോടുകൂടി ഈ ഇവിടെ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട വീട്ടുകാർ പുറത്തെത്തി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ആളി കത്തുന്നതായി കണ്ടത്. ഉടൻ തന്നെ ബാബുവും വീട്ടുകാരും പുറത്ത് മറ്റു വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായി
പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ടിൻഡുവിൻ്റെ വീടിന് പുറകുവശത്ത് ഇത്തരത്തിൽ തീ ഇടാൻ ശ്രമം നടന്നിരുന്നു. ഈ ടിൻഡുവിൻ്റെ ബാബുവിൻ്റെ സഹോദരിയുടെ മകളാണ് ടിൻഡു എന്നുള്ളതാണ്. ഈ ടിൻഡുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്നതും ബാബു ആയിരുന്നു. ഈ ബാബുവിൻ്റെ വാഹനത്തിലായിരുന്നു പോസ്റ്ററുകളും മറ്റ് സാമഗ്രികളും ഒക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത്. ഈ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. ഒപ്പം തന്നെ ഇതിന് ഈ ടിൻഡുവിൻ്റെ വീട്ടിൽ തീ ഇട്ട സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബാബുവിൻ്റെ വീട്ടിലും തീയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ ഇതിനുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ചിറയൻകീഴ് പോലീസ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രവിധ. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡല മകരവിളക്ക് സീസൺ 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷം കടന്നു. അവധി ദിവസമായ കഴിഞ്ഞ 2 ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ സാധാരണ അനുഭവപ്പെടാനുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം തിരക്കാണ് അനുഭവപ്പെടുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത്ര അധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നല്ലോ. പ്രവിധ, തീർച്ചയായും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം ഇന്നലെയും അതിന്റെ മുൻപത്തെ ദിവസവുമാണ് ഏറ്റവും കുറവ് തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. 75,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ഇന്നലെ ശബരിമലയിൽ എത്തിയത് എന്നതാണ് പോലീസിന്റെ കണക്ക്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഫ്ലൈ ഓവറിലും തൊട്ട് താഴെ 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. കൂടുതൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്. ഈ മറ്റ് ഇതര സംസ്ഥാനത്തെ മോശം കാലാവസ്ഥ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസത്തെ തീർത്ഥാടനത്തെ ബാധിച്ചു എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും കണക്ക് കൂട്ടുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി 15 ദിവസം പിന്നിടുമ്പോൾ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഇതിനോടകം 13 ലക്ഷം കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകർ ഈ നേരത്തെ ഉണ്ടായിരുന്ന അതിന് സമാനമായി കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൃത്യമായ നിയന്ത്രണങ്ങൾ ശബരിമലയിലും പമ്പയിലും ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ തിരക്ക് കൃത്യമായി വിലയിരുത്തിയ ശേഷമായിരിക്കും പമ്പയിൽ നിന്ന് ഓരോ തീർത്ഥാടകരെയും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. ഈ നാളെയാണ് ശബരിമലയിൽ കേരളീയ സദ്യ വിളമ്പുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. 7 വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള കേരളീയ സദ്യയാണ്, പായസവും പപ്പടവും ഉൾപ്പെടെയുള്ള കേരളീയ സദ്യയാണ് നാളെ മുതൽ ഈ അന്നദാന മണ്ഡപത്തിൽ വിളമ്പുന്നത്. അത്തരത്തിലൊരു മാറ്റത്തിന് കൂടി നാളെ ശബരിമല സന്നിധാനം തുടക്കം കുറിക്കുകയാണ്. എന്തായാലും മറ്റ് പരാതികൾ, ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു. അവർ വളരെ സംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്നു എന്നതാണ് സന്നിധാനത്ത് നിന്ന് പറയാനുള്ളത്. പ്രവിധ. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലേക്കാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങും. ഡൽഹി വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ 13 ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ പാസ്സാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒപ്പം ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നും അറിയുന്നുണ്ട്. നിരവധി ആവശ്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് പ്രവിധ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 15 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ഈ ശീതകാല സമ്മേളനം. ഇതിൽ ഒട്ടേറെ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം SIR തന്നെയാണ്. നിലവിലിപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ പുരോഗമിക്കുന്നതിനിടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ശക്തമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. നിയമപരമായ നീക്കങ്ങൾ ആയിട്ടുണ്ട്. ഇത് പാർലമെന്റിലും കൃത്യമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസും DMKയും കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. SIR ചർച്ച ചെയ്യാതെ ഒരു തരത്തിലും സഭ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് സമാജ്വാദി പാർട്ടി ഈ യോഗത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇതിനോട് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിനില്ല എന്നുള്ളതാണ്. ഈ യോഗത്തിൽ വെച്ച് മറുപടി നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ആലോചിച്ച ശേഷം പരിഗണിക്കാമെന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ, ഡൽഹിയിലുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ചുള്ള പ്രത്യേക
ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ സഭയിൽ സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ. അതേസമയം ആണവോർജ്ജ ബില്ലടക്കമുള്ള 13 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്തായാലും സഭ 11 മണിക്ക് ആരംഭിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഭരണപ്രതിപക്ഷങ്ങളുടെ രീതി എന്നുള്ളത് വ്യക്തമാകും. അതേസമയം ഇന്ന് സുപ്രീം കോടതിയിൽ നിർണായകമായ ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്നും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ മലിനീകരണം അവസാനിപ്പിക്കാൻ മാന്ത്രിക വഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഡൽഹിയിലെ സാഹചര്യങ്ങൾ ദിനംപ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും 3 ദിവസം സാഹചര്യം മെച്ചപ്പെട്ട പശ്ചാത്തലത്തിൽ GRIP 3 മാനദണ്ഡങ്ങൾ അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും മലിനീകരണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് ഏറെ നിർണായകമാകും. പ്രവിധ, തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് ന്യൂനമർദ്ദമാകും. തിരുവള്ളൂർ ജില്ലയിൽ മാത്രമാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. എന്നാൽ ന്യൂനമർദ്ദമായി മാറുന്നതുവരെ തമിഴ്നാടിന്റെ വടക്കൻ തീരത്തും തെക്കൻ തീര ജില്ലകളിലും പുതുച്ചേരി കാരക്കൽ മേഖലകളിലും മണിക്കൂറിൽ 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും തമിഴ്നാട്ടിൽ ഇന്നലെ 3 മരണം റിപ്പോർട്ട് ചെയ്തു. 234 വീടുകൾ തകർന്നു. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എന്നാൽ ഇന്ന് ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കില്ല. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സാധാരണയേക്കാൾ കുറഞ്ഞ താപനിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ അന്തരീക്ഷ സ്ഥിതിയും മാറാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. രാവിലെ തിരക്കേറിയ പ്രചാരണം, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ. കോളേജ് വിദ്യാർത്ഥിയായ സ്ഥാനാർത്ഥിയുടെ കഥയല്ല പറയുന്നത്. UDF തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മുൻ MLA KS ശബരിനാഥനാണ് ഇന്നലെ പരീക്ഷയ്ക്കായും സമയം കണ്ടെത്തിയത്. അഭിഭാഷകനായി എൻറോൾ ചെയ്തതിന് പിന്നാലെയാണ് KS ശബരിനാഥ് ബാർ കൗൺസിൽ യോഗ്യതാ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. എന്നാൽ പരീക്ഷാ തീയതി വന്നതാകട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ. അതും സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടാൻ കഴിയുന്ന ഞായറാഴ്ച. എന്തായാലും പ്രചാരണത്തിന് 3 മണിക്കൂർ ഇടവേള നൽകി ശബരി പരീക്ഷ എഴുതി. തെരഞ്ഞെടുപ്പിലും പരീക്ഷയിലും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ് ശബരി. പരീക്ഷ നേരത്തെ സമയം വന്ന് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഇടയ്ക്കുള്ളൊരു 3 മണിക്കൂറായിരുന്നു. പിന്നെ ഈ പരീക്ഷയുടെ ഒരു ഗുണം ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമാണ്. പിന്നെ നമ്മുടെ OMR ഷീറ്റിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു ഓർമ്മ വെച്ച് എഴുതിയാലും മതി. പിന്നെ ഓപ്പൺ ബുക്ക് ആയതുകൊണ്ട് ബുക്കിൻ്റെ സഹായത്തോടെ എഴുതാം. അപ്പോൾ എന്തായാലും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 മണി ടു 4 മണി എന്തായാലും പ്രവർത്തനം നമുക്ക് ഇച്ചിരി മന്ദഗതിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണി തൊട്ട് വീട് കയറുകയായിരുന്നു ശ്രീ KM മുരളീധരനോടൊപ്പം. 11 വരെ വീട് കയറി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പം 4:30 ഇന്നേരം 5 മണി തൊട്ട് വൈകിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കഴക്കൂട്ടം സെന്റ് തോമസ് സ്കൂളിലായിരുന്നു ബാർ കൗൺസിൽ പരീക്ഷ. കഴിഞ്ഞ മാസമാണ് അഭിഭാഷകനായി ശബരിനാഥ് എൻറോൾ ചെയ്തത്. 24 തിരുവനന്തപുരം. കൊല്ലം കച്ചേരി ഡിവിഷനിലെ പോരാട്ടം 3 വനിതകൾ തമ്മിലാണ്. ഡിവിഷൻ നിലനിർത്താൻ വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടുകയാണ് പുതുമുഖത്തെ ഇറക്കി LDF. മാറ്റത്തിന് 1 വോട്ട് എന്നതാണ് UDFന്റെയും BJPയുടെയും ആവശ്യം. പരിചയസമ്പന്നരെ ഇറക്കിയാണ് BJPയുടെയും UDFന്റെയും മത്സരം. കൊല്ലം നഗരഹൃദയം ഉൾപ്പെടുന്ന വാർഡാണ് കൊല്ലം കച്ചേരി ഡിവിഷൻ. സ്വാഭാവികമായും ഇവിടുത്തെ മത്സരം തീവാർന്ന പോരാട്ടമാണ്. 3 പാർട്ടികൾക്കും വലിയ സ്വാധീനമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ മത്സരരംഗത്ത് പരിചയസമ്പന്നരെ തന്നെ ഇറക്കിയാണ് പാർട്ടികൾ മത്സരത്തിലേക്ക് കടക്കുന്നത്. UDF സ്ഥാനാർത്ഥി കൃഷ്ണവേണി ശർമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള മത്സരം ഓട്ടത്തിലാണെന്ന് അറിയാം. എങ്ങനെയുണ്ട്? നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ചെല്ലുന്ന സ്ഥലത്തെല്ലാം മാറ്റത്തിനായിട്ട് കച്ചേരി ഡിവിഷൻകാര് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റോഡിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മാറ്റം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്ഥലമെല്ലാം പഴയ രീതിയിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ ഒരു മാറ്റം വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾക്കുണ്ട്. NDC സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖം കൂടിയാണ്. തൊഴിലാളികൾ ഇറക്കിയുള്ള പ്രചരണമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും തൊഴിലാളികൾ എല്ലാ സമയത്തും തൊഴിലാളികൾ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ ഈ കൂടെ ഉള്ളതിനകത്ത് തൊഴിലാളികളാണ് കൂടുതൽ. എന്താ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചുമട്ടുതൊഴിലാളി നേതാവ് തന്നെയാണ്.
കൊല്ലത്ത് BJP പ്രതീക്ഷ വെക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന വാർഡുകളിലൊന്നാണ് ഡിവിഷനിലൊന്നാണ് കച്ചേരി. കച്ചേരിയിലെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് 2ാം തവണയാണ് ശശീല റാവു. ഡിവിഷനിൽ പ്രധാനമായും വോട്ടർമാരോട് പറയുന്ന രാഷ്ട്രീയം എന്തായിരിക്കും? വികസനമാണോ അതോ? വികസനവും പറയുന്നുണ്ട്, അവരുടെ കൂടെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. രാവും പകലും അവരുടെ കൂടെ ഉണ്ടാവുന്നു. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ എൻ്റെ സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. എൻ്റെ വാർഡിലെ ജനങ്ങൾ എൻ്റെ കൂടെ പിറപ്പുകളായി ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ഞാൻ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് മാത്രമാണ് ജനങ്ങൾക്ക്. അത്രയേ ഉള്ളൂ പറയാം. വോട്ടർമാർക്കൊപ്പം ഞാൻ ഉണ്ടാവും, എന്നും ഉണ്ടാവും. വലിയ സ്വാധീനം ഇടതുപക്ഷത്തിനുള്ള സ്ഥലങ്ങളിലൊന്നാണ് കച്ചേരി ഡിവിഷൻ. ഇവിടെ മീനു ഗിരീഷിനെയാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ടെൻഷനുണ്ടോ? ഇല്ല, ടെൻഷൻ ഇല്ല. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ മുന്നിൽ എത്തുന്ന പരാതികളെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വികസന തുടർച്ചയ്ക്കായിരിക്കും വോട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും വികസന തുടർച്ചയ്ക്കും ഈ പറയുന്നത് പോലെ കാര്യം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് അറിയാനും പരിഹരിക്കാനും അവരുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളത് അത് എന്നിലുള്ളൊരു വിശ്വാസം ഭയങ്കര ഇതാണ്. എന്തായാലും കച്ചേരി ഡിവിഷനിലെ ആ സ്ത്രീകളുടെ പോരാട്ടം അത് വീണ്ടും കൊല്ലത്ത് വളരെ സജീവമായ ചർച്ചകൾക്ക് ഇട നൽകുകയാണ്. കൊല്ലത്ത് നാരായണൻ രാജ്, 24. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയില്ലാത്തവരുടെ എണ്ണം 11 ലക്ഷം കടന്നു. SIR ഫോം ഡിജിറ്റലൈസേഷൻ 82% പൂർത്തിയായപ്പോൾ 11,12,758 പേരുടെ ഫോം തിരികെ കിട്ടാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. മരിച്ചുപോയവരോ സ്ഥലം മാറിപ്പോയവരോ സ്ഥലത്തില്ലാത്തവരെയോ ആണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. കണ്ടെത്താൻ കഴിയാത്തതിൽ പകുതിയോളം പേർ മരിച്ചതാകാമെന്നാണ് വിലയിരുത്തൽ. SIR കാലാവധി നീട്ടിയതോടെ ആ ദിവസങ്ങൾ കൂടി കൂടുതൽ പേര് കണ്ടെത്താനാകുമോ എന്നാണ് BLOമാർ പരിശോധിക്കുന്നത്. 2,30,00,000 ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായി. 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തൃശൂരിൽ നിർമ്മിച്ച 3ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. അഞ്ചപ്പാടം സ്വദേശികളായ ഉണ്ണികൃഷ്ണൻ ഷീല ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത്. കൊടുങ്ങല്ലൂർ TKS പുരത്താണ് മികച്ച സൗകര്യങ്ങളോടെ വീടൊരുക്കിയത്. 17 വർഷമായി വാടക വീട്ടിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ഷീല ദമ്പതികളുടെ താമസം. ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമായി വീടുണ്ടാകില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് 24 കണക്ട് കൈത്താങ്ങായത്. കയ്യിലുണ്ടായിരുന്ന പണം സ്വരൂക്കൂട്ടി വാങ്ങിയ 3 സെന്റ് സ്ഥലത്ത് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും 24 കണക്റ്റിന്റെയും സഹകരണത്തിൽ വീടൊരുങ്ങി. 24ഉം ചിറ്റിലപ്പള്ളി എല്ലാവരും കൂടി വീടുണ്ടാക്കി തന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ള ഫണ്ട് ഭൂമി മേടിച്ചപ്പോൾ കഴിഞ്ഞു. നമ്മുടെ പിന്നെ വീട് പണിയാന്നുള്ള പരിപാടി അപ്പോൾ ആ നേരത്തെ നടക്കൂലായിരുന്നു. പിന്നീടാണ് ഈ ചിറ്റിലപ്പള്ളിയുടെയും 24ന്റെയും സംഭവം നമ്മൾ അറിയണത്. സന്തോഷമാണ്. 24 തൃശൂർ ബ്യൂറോ ചീഫ് സൂരജ് സജി വീടിന്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം 24 കണക്ട് കൊടുങ്ങല്ലൂർ കോർഡിനേറ്റർ ശ്രീകാന്ത് CU തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 24 തൃശൂർ. സുപ്രീം കോടതി നടപടികളിലെ സുപ്രധാന മാറ്റങ്ങൾ ഇന്നു മുതൽ കേസുകളുടെ ലിസ്റ്റിംഗിനും മെൻഷനിങ്ങിലുമാണ് മാറ്റങ്ങൾ വരുത്തിയത്. അടിയന്തര സ്വഭാവമുള്ള കേസുകൾ വാക്കാൽ പരാമർശിച്ചാൽ ഉടൻ വാദം കേൾക്കുന്ന രീതിക്ക് പകരം ലിസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. ഇതുപ്രകാരം അഭിഭാഷകർ വാക്കാൽ പരാമർശിക്കേണ്ടതില്ല. ഇനി മുതൽ ഒരു കോടതിയിലും മുതിർന്ന അഭിഭാഷകരെ ഹർജികൾ മെൻഷൻ ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് മറ്റൊരു മാറ്റം. അവധി അപേക്ഷ നൽകുന്നതിനും മാറ്റം വരുത്തി. കെട്ടിക്കിടക്കുന്ന കേസുകൾ ലിസ്റ്റ് ചെയ്താൽ അത് മാറ്റിവെക്കാൻ അഭിഭാഷകരെ അനുവദിക്കില്ല. കരൂർ ദുരന്തം അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതി ഇന്നെത്തും. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷിക്കുക. 3 ദിവസം കരൂരിൽ തുടരുന്ന സംഘം അപകടസ്ഥലം സന്ദർശിക്കും. റാലിക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചും സ്ഥലത്തൊരുക്കിയ സുരക്ഷ സംബന്ധിച്ചും സംഘം വിശദമായി അന്വേഷിക്കും. BSFൽ ഡെപ്യൂട്ടേഷനിലുള്ള സുമിത് സരൺ, CRPF IG സോണൽ V മിശ്ര എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. CBI അന്വേഷണം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സെപ്റ്റംബർ 27-നുണ്ടായ ദുരന്തത്തിൽ 41 പേരാണ് മരിച്ചത്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. ദശമി ദിവസത്തിൽ പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെയാകും അടയ്ക്കുക. സുപ്രീം കോടതി വിധി പ്രകാരം ഉദയാസ്തമയ പൂജയോടെയാകും ഇത്തവണ ഏകാദശി ആഘോഷിക്കുക. ഓരോ 5 പൂജകൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ തുടർച്ചയായി ഭക്തർക്ക് ദർശനം അനുവദിക്കും. 53 മണിക്കൂർ നട തുറന്നിരിക്കുന്നതിനാൽ പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ക്യൂ ഒഴിവാക്കി ഏകാദശി ദർശനത്തിന് വരി നിൽക്കുന്നവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഏകാദശിയോട് അനുബന്ധിച്ചുകൊണ്ട് മഹാപ്രസാദ ഊട്ട്, ദശമി വിളക്ക്, പഞ്ചരത്ന
കീർത്തനാലാപനം, ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപനം തുടങ്ങിയ പരിപാടികളും നടക്കും. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.